പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കോയമ്പത്തൂരെ ഒരു ഡോക്ടർ നെഞ്ചപ്പ റോഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റാണിത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ടൂൾസ് മെഷീനറീസ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ട്രീറ്റാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള, കോയമ്പത്തൂരിൽ നിന്ന് എവിടുന്ന് സാധനം എടുത്താലും നമുക്ക് ലാഭമായിരിക്കുന്ന ഒരു മിഥ്യാധാരണ നമ്മൾ പൊതുവെ വെച്ച് പുലർത്താറുണ്ട്. അപ്പോൾ എല്ലാ ഇടങ്ങളിലും നമ്മളെ കേരളക്കാർ ഒരുപാട് പറ്റിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നുള്ള മനസ്സിലാക്കുക. ഒരു 20 വർഷത്തോളം അത്യാവശ്യം ഇടവിട്ട് ഞാൻ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പല കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ ഇവിടത്തേക്കാളും വില കൂടുതലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പറ്റിക്കപ്പെടും, കാരണം നമ്മൾ കേരളത്തിൽ വില ചോദിക്കാതെയും ചിലപ്പോൾ കോയമ്പത്തൂർ ലാഭമായിട്ട് നിർത്തി പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വലിയ ഷോപ്പിൽ കയറി ഒരിക്കലും സാധനം എടുക്കരുത്. നല്ലോണം ശ്രദ്ധിക്കുക. അവിടെ 1-2 വലിയ പ്രബലമായ 2 ഒരു ഷോപ്പുണ്ട് അവിടെ. ആ ഷോപ്പിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ട് സാധനം എടുക്കുന്ന ഒരു ഷോപ്പാണത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവിടെ കയറിയിട്ട് സാധനങ്ങൾ ജസ്റ്റ് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ലാഭം തോന്നി എടുക്കാം. മിക്കവാറും വലിയ ടൂളുകളൊക്കെ തന്നെ 10,000, 20,000, 30,000 രൂപ റേറ്റിന് മാറ്റം വരും ഒരേ ടൂളിന് തന്നെ. അതേ ടൂള് ഒരു 20,000 ടൂൾ അപ്പുറത്ത് പോയെങ്കിൽ 10,000 രൂപയ്ക്ക് മാറ്റം വരും. അപ്പോൾ എനിക്ക് തന്നെ ചെറിയൊരു ടൂള് വാങ്ങിച്ചു തന്നെ ഒരു 4,000 രൂപേൻ്റെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ജസ്റ്റ് ചോദിച്ചതാണ്, പിന്നെ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 4,000 റുപ്പീസിൻ്റെ മാറ്റം വന്നാൽ മിക്കവാറും അപ്പുറം ചോദിച്ച സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ വില കൂടുതലായിരിക്കും. ഒന്നാമത് അതുപോലെ ആ ഒരു അറിയപ്പെടുന്ന ഷോപ്പാണ്. രണ്ട് ഷോപ്പുണ്ട് അവിടെ കേട്ടോ. അപ്പം പോകുന്നവർക്ക് അറിയാമായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു ഷോപ്പിൽ നമ്മൾ രാവിലെ ഏതായാലും മെനക്കെട്ട് പോകുന്നതല്ലേ, രാവിലെ തലക്കന്ന് പിന്നെ ഒരു ഭാഗത്തുനിന്ന് ചോദിച്ച് തുടങ്ങി അവസാനം വരെ കൊട്ടേഷൻ കൊടുത്തിട്ട് ചോദിച്ചിട്ട് ഓരോ ഭാഗത്തുനിന്ന് എവിടെയാണെങ്കിൽ റീസണബിളായിട്ട് റേറ്റ് വന്ന് അവിടെ നിന്ന് മാത്രം സാധനം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ഷോപ്പിൽ ചാടി കയറി ഷോപ്പിൻ്റെ വലിപ്പം കണ്ടിട്ട് ഭംഗി കണ്ട് പോയി സാധനം വാങ്ങിക്കാൻ നിൽക്കരുത്. ഒരു ടൂളും വാങ്ങിക്കാൻ നിൽക്കരുത്. നിങ്ങളെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസ നഷ്ടമായിരിക്കും ഉണ്ടാവുക അവസാനം വെച്ചിട്ട്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അവിടെ ഒരു മലയാളികളായ 2 ആളുകൾ വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് സാധനമൊക്കെ ലക്ഷങ്ങളെ സാധനം വാങ്ങിക്കൂട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, അവർ വാങ്ങിച്ച് ബില്ലാക്കിയതിൻ്റെ ശേഷമാണ് അവർ കാര്യം അറിയുന്നത്. അപ്പോൾ ഏതായാലും നല്ലവണ്ണം ശ്രദ്ധിക്കണം. മോട്ടറാണെങ്കിൽ എന്തെടുക്കാൻ പോവുകയാണെങ്കിലും ഒരു 10 കടയിലെങ്കിലും കയറി ചോദിച്ചാൽ 10 സ്ഥലത്ത് 10 വിലയായിരിക്കും കാണുക. സെയിം ക്വാളിറ്റി സെയിം പ്രൊഡക്റ്റിന് 10 സ്ഥലങ്ങളിൽ 10 വിലയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോയമ്പത്തൂർ പോകുമ്പോൾ കേരളത്തെക്കാളും കൂടുതൽ റേറ്റ് കൂടി ചിലപ്പോൾ അവിടെ നിങ്ങൾ സാധനം വാങ്ങിക്കേണ്ടി വരും. നമ്മൾ മിഥ്യാധാരണ മാത്രമാണ് എവിടെ എടുത്ത സാധനം എടുത്താൽ ലാഭമായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും എനിക്ക് തോന്നുന്നു 1-1.5-2 കിലോമീറ്ററൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ ഇത് നടക്കാൻ വേണ്ടിയിട്ട്. ഒരു തലേന്ന് ഒരു തലവരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ലാഭത്തിന് പോകണമല്ലോ, ദിവസം വൈകുന്നേരമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സംഖ്യ ആയിരിക്കും ലാഭം ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരത്തിന് ചാടി പോകരുത്. അപ്പോൾ ഈ ടൂൾസിൻ്റെ ഷോപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോപ്പിലൊന്നും ഒരിക്കലും നിങ്ങൾ ചാടി പോയിട്ട് സാധനങ്ങൾ എടുക്കാതെ നല്ലവണ്ണം സെർച്ച് ചെയ്ത് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ടൂളുകൾ എടുക്കുക. അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അവസാനം വെച്ച് അവസാനം ലാസ്റ്റ് ടൈം ഉണ്ടായ വലിയൊരു അനുഭവം ഞാൻ കേരളക്കാരെ നമ്മളെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മാക്സിമം ആളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.